Bismillahirrahmanirrahim. Innal hamdalillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajmain. Assalamu alaikum warahmatullahi wabarakatuh. ഓണസദ്യ കഴിക്കാമോ എന്ന ചോദ്യത്തിന് സഹോദരൻ എം അക്ബർ നൽകിയ മറുപടിയിൽ മറ്റുള്ളവരുടെ മതപരമായ കാര്യങ്ങളിൽ സഹകരിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും, എന്നാൽ ഇബ്നു തൈമിയ റഹിമഹുല്ലയെ പോലുള്ള ചില പണ്ഡിതന്മാർ മറ്റുള്ളവരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ആ സമ്മാനങ്ങളിൽ ഭക്ഷണവും ഉൾപ്പെടുമെന്നും അദ്ദേഹം പറയുന്നു. അതിനാൽ ഇത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണെന്നും അത് പാടില്ലെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ടെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പറയുന്ന ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ഇതേ തലക്കെട്ടിൽ താഴെ കൊടുത്ത ലിങ്ക് തുറന്നാൽ കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിന് വിപരീതമാണ്. ബാറക്കല്ലാഹു ഫീക്കും. പേജ് നമ്പർ പ്രസിദ്ധീകരണങ്ങൾക്കനുസരിച്ച് പേജ് നമ്പറൊക്കെ മാറും. അപ്പോൾ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞത് കാണാം. ഇബ്നു തൈമിയ റഹിമഹുല്ല പറയുന്നു, ഈ ആഘോഷ ദിനങ്ങളിൽ മറ്റു സാധാരണ ദിവസങ്ങളിൽ പതിവില്ലാത്ത തരത്തിലുള്ള ഒരു സമ്മാനം ആരെങ്കിലും മുസ്ലിങ്ങൾക്ക് നൽകിയാൽ അത് സ്വീകരിക്കരുത്. പ്രത്യേകിച്ച് ആ സമ്മാനം അവരോട് സാദൃശ്യപ്പെടാൻ സഹായിക്കുന്നതാണെങ്കിൽ. അതുപോലെ തന്നെ ഈ ആഘോഷങ്ങളുടെ പേരിൽ മുസ്ലിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകരുത്, പ്രത്യേകിച്ച് അവരോട് സാദൃശ്യപ്പെടാൻ സഹായിക്കുന്നതാണെങ്കിൽ. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ മറ്റൊരു ചോദ്യം, ഷിയാക്കൾ മുസ്ലിങ്ങളാണോ എന്ന ചോദ്യത്തിന് ഇസ്നാ അശരികളും സുന്നി മുസ്ലിങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും, എന്നാൽ മുസ്ലിം ലോകം ഷിയാക്കളെ മുസ്ലിങ്ങളായിട്ടാണ് കാണുന്നതെന്നും സഹോദരൻ എം അക്ബർ മറുപടി പറയുന്നു. ഇതിൻ്റെ ഇതേ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ഇതേ തലക്കെട്ടിൽ അതിൻ്റെ താഴെ ലിങ്ക് ഉണ്ടാകും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എം അക്ബർ പറയുന്നത് കാണാം. ഇസ്നാ അശരികൾ, ഇമാമിയ, റാഫിദി, ഷിയാക്കളുടെ വിശ്വാസങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ വളരെ ശക്തമായ വിധികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഇമാം അബൂ സഅദ് അസ്സംആനി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, ഇമാമിയ വിഭാഗത്തെ കാഫിറുകളായി വിധിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് ഏകാഭിപ്രായത്തിലെത്തി. അഥവാ ഇജ്മാ ഉണ്ട് എന്നാ പറയുന്നു, അഭിപ്രായ വ്യത്യാസമില്ല എന്നാ പറയുന്നു. അവർ കാഫിറുകളാണ്, അവിശ്വാസികളാണ് എന്ന്. കാരണം അവർ സ്വഹാബികൾ റളിയല്ലാഹു അൻഹും വഴിപിഴച്ചവരാണെന്നും വിശ്വസിക്കുകയും അവരുടെ ഏകാഭിപ്രായത്തെ നിഷേധിക്കുകയും അവർക്ക് ചേരാത്ത കാര്യങ്ങൾ അവരിലേക്ക് ആരോപിക്കുകയും ചെയ്യുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ അൽ അൻസാബ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. പ്രസിദ്ധീകരണങ്ങൾക്കനുസരിച്ച് വോളിയം, പേജ് വ്യത്യാസപ്പെടാം. ഇതിൻ്റെയൊക്കെ അറബി വാചകങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം, വായിക്കാം. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞു, ഇതിൻ്റെയും അറബി വാചകം ഡിസ്ക്രിപ്ഷനിൽ വായിക്കാം. അദ്ദേഹം പറയാണ് റഹിമഹുല്ല, ഒന്നിലധികം പണ്ഡിതന്മാർ അവരുടെ അവിശ്വാസത്തെ അഥവാ അവർ കാഫിറുകളാണെന്ന് അനിവാര്യമാക്കുന്ന കാര്യത്തിൽ ഏകാഭിപ്രായം ഇജ്മാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നിലധികം പണ്ഡിതന്മാർ ഇജ്മാ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ എന്താണ്, റാഫിദി, ഷിയാക്കൾ, ഇസ്നാ അശരികൾ അവർ കാഫിറുകളാണ് എന്ന് പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഇത് അദ്ദേഹത്തിൻ്റെ റാഫിദ വിഭാഗത്തെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ഒരു പ്രബന്ധം എന്നതിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ മുസ്ലിം ലോകം അവരെ മുസ്ലിങ്ങളായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ഒരു പ്രത്യേക വിശ്വാസം കുഫ്രായ വിശ്വാസമാണ് എന്ന് വിധിക്കുന്നതും ആ വിശ്വാസം വഹിക്കുന്ന ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി കാഫിർ എന്ന് വിധിക്കുന്നതും ഒരേ കാര്യമായി കാണരുത്. ഇബ്നു തൈമിയ റഹിമഹുല്ല തന്നെ വ്യക്തിയെ തക്ഫീർ ചെയ്യുന്നതിന്, കാഫിറാക്കുന്നതിന് നിബന്ധനകളും തടസ്സങ്ങളും പരിഗണിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരൻ എം അക്ബറിൻ്റെ ഈ രണ്ട് മറുപടികളും
പണ്ഡിതന്മാരുടെ വാക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹം നൽകിയ വിശദീകരണങ്ങളിൽ ഗുരുതരമായ കൃത്യക്കുറവുകൾ കാണാം. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.